നമ്മൾ സർവീസ് എടുക്കുമോ തരാം ഫ്രീ തരാം B2B മാത്രമേ ഉള്ളൂ. കൊച്ചിയിലെ കോടീശ്വരന്റെ വീട് വാടകയ്ക്ക് കൊടുത്ത് നടക്കുന്നത് ബ്രോത്തൽ ഹൌസും മസാജിംഗ് ഹാപ്പി എൻഡും. ഓപ്പറേഷൻ കർമ്മ സംഹാർ ഒളിക്യാമറ ദൃശ്യങ്ങളിലേക്ക്. ഇൻഫോ പാർക്ക് ഫേസ് 2 പാട്ടത്തിക്കരയിൽ മന്ത്രക്കാട് ഷൌക്കത്ത് അലിയുടെ ഉടമസ്ഥതയിലുള്ള ആഡംബര വീട്ടിൽ നടക്കുന്നത് സെക്സ് റാക്കറ്റ്. സ്പൈയുടെ മറവിൽ അനാശാസ്യവും മയക്കുമരുന്ന് കച്ചവടവും പൊടിപൊടിക്കുന്നു. കർമ്മ ന്യൂസ് മയക്കുമരുന്നിനും സെക്സ് റാക്കറ്റിനുമെതിരെ നടത്തുന്ന ഓപ്പറേഷൻ കർമ്മ സംഹാർ 4ാം ഭാഗം പുറത്തുവിടുകയാണ്. ഇൻഫോ പാർക്ക് ഫേസ് 2 പാട്ടത്തിക്കരയിൽ മന്ത്രക്കാട്ട് ആയുർസോൾ വെൽനസ് കെയർ ആൻഡ് സ്പായിലാണ് അനാശാസ്യം. എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്ന് അനേകം സെക്സ് റാക്കറ്റുകാരുടെ ന്യായീകരണ കമന്റുകൾ ഞങ്ങളുടെ വാർത്തയുടെ അടിയിൽ വരുന്നുണ്ട്. പനമ്പള്ളി നഗറിൽ നിന്നുള്ള അലക്സ് തോമസ് എഴുതിയ കമന്റ് ഇങ്ങനെയാണ്: കർമ്മയ്ക്കെന്ത് രോഗമാണ്, ഇത് എല്ലാ നാട്ടിലുമുണ്ട്. പട്ടിണി മാറ്റാൻ ജനം പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നാൽ ഇയാൾക്ക് മറ്റൊരാൾ നൽകിയ കമന്റ് ഇങ്ങനെയാണ്: ചേട്ടന്റെ വീട്ടിൽ അരി വാങ്ങാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ചേച്ചിയും കുട്ടികളെയും ഇങ്ങനെ ജീവിക്കാൻ ഈ പണിക്ക് വിടുമോ എന്നതാണ് ചോദ്യം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാനായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് ഒരു ജയിലും ആവശ്യമില്ലായിരുന്നു. ഉള്ള ജയിലിൽ ആരും കാണില്ലായിരുന്നു. അതുകൂടി വിമർശകർ ഓർക്കുക. വിളിച്ചായിരുന്നു. ഒരാളെ വന്നിട്ടുണ്ട്. ഏതൊക്കെ പാക്കേജ് ഉള്ളത്? വരുന്നതെന്ന് വെച്ചാൽ നോൺ മസാജ് ഉണ്ട്, സർവീസ് മസാജ്, ഡീപ് ടിഷ്യൂ മസാജ്, അങ്ങനെ സർവീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് അകത്തവരായിട്ട് സംസാരിക്കണം. നോർമൽ മസാജ് ബാക്കി എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും അകത്തവരായിട്ട് ഡയറക്റ്റ് അവർ ഓക്കെ ആണെങ്കിൽ ആണെന്ന് പറയും. നമുക്ക് ഡിസൈൻ കാണിക്കാം. നമ്മൾ സർവീസ് എടുക്കുമോ തരാം ഫ്രീ തരാം B2B മാത്രമേ ഉള്ളൂ. B2B ഏതാ? യുവാൻമി എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സർവീസ് എടുക്കും. ഫുൾ സർവീസ് എടുക്കുന്ന ആരാണുള്ളത്? അല്ല, എന്നോട് ഇന്ന് വരാൻ പറഞ്ഞായിരുന്നു. ഇന്നുണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അവരെപ്പുറത്തന്നെ വരുന്നത് എത്ര മണി ഇവിടെ ടൈം 11 മണി ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഞാനിവിടെ ഇൻഫോ പാർക്കിലാണ് കിടക്കുന്നത്. ഇന്ന് ഓഫാണ്. അപ്പോൾ ഒരു 12 ആകുമ്പോൾ എന്തായാലും ഒന്ന് വിളിച്ചാൽ മതി. അവൈലബിൾ ഇപ്പോൾ ആരാ ഉള്ളതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സാറിന് നമ്പർ ഞാനിപ്പോൾ എനിക്ക് ലൊക്കേഷൻ ഇട്ടായിരുന്നല്ലോ. ഇപ്പോൾ ലൊക്കേഷൻ ഓക്കെ. മലയാളികൾ കേട്ടിട്ടില്ലാത്ത തായ്ലൻഡ് മോഡൽ ടൂറിസം സംസ്കാരം ഇറക്കി നമ്മുടെ പെൺകുട്ടികളെ നശിപ്പിക്കുകയാണ്.
കോളേജ് പെൺകുട്ടികളാണ് വീടുകളിൽ പോലും അറിയാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ സർവീസിനായി എത്തുക.